ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണനാണ്. പട്ടം SUT ഹോസ്പിറ്റലിലെ വാസ്കുലർ സർജറി വിഭാഗത്തിൻ്റെ ഹെഡായി പ്രവർത്തിക്കുന്നു. വാസ്കുലർ ആൻഡ് എൻഡോവാസ്കുലർ സർജറി എന്നാൽ രക്തധമനി രോഗങ്ങളെന്ന് ചുരുക്കത്തിൽ പറയാം. ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തം ഓരോരോ അവയവങ്ങളിലേക്കും പ്രവഹിക്കാനുള്ള രക്തക്കുഴലുകളും അതിനു പുറമെ മഹാധമനിയും പിന്നീട് അശുദ്ധമായ രക്തം കാർബൺ ഡൈ ഓക്സൈഡുള്ള രക്തം തിരിച്ച് ഹൃദയത്തിലേക്കും ശ്വാസകോശത്തിലും പോകുന്ന ആ ഒരു ട്യൂബിംഗ് സിസ്റ്റമാണ് രക്തധമനികളെന്ന് പറയാം. രക്തധമനി അസുഖങ്ങൾ ശുദ്ധ രക്തക്കുഴലിനെ ബാധിക്കാം, അശുദ്ധ രക്തക്കുഴലിനെ ബാധിക്കാം. ലിംഫാറ്റിക്സ് എന്ന മൂന്നാമത്തെ ഒരു ചെറുതരം രക്തക്കുഴലിനെയും ബാധിക്കാം. എന്നിരുന്നാലും ശുദ്ധ രക്തക്കുഴലുകളിലൂടെ ഓക്സിജൻ, ഹോർമോൺസ്, ബാക്കിയുള്ള ഗ്ലൂക്കോസ്, എല്ലാ തരമുള്ള കശേരുക്കളെയും സെല്ലുകളെയും പ്രവർത്തിപ്പിക്കാൻ ഉതകുന്ന കാര്യങ്ങൾ ശുദ്ധരക്തക്കുഴലിലാണ് ഓരോ അവയവങ്ങൾക്കും ചെല്ലുന്നത്. ഇവയുടെ അസുഖമാണ് കൂടുതലായിട്ടും ഒരു സിസ്റ്റത്തിന്, അതായത് ഹൃദയത്തിനാവാം, തലച്ചോറിനാവാം, കാലിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞാൽ കാലുകൾക്കാവാം, കിഡ്നിയിലേക്കാവാം. അങ്ങനെ നമ്മൾ അറിയപ്പെടുന്ന മിക്ക അസുഖങ്ങളിലും ഭൂരിഭാഗത്തിനും രക്തക്കുഴലുകളുടെ കൊഴുപ്പിൻ്റെ അംശവും കൊളസ്ട്രോൾ വന്നടിയുന്ന പ്രയാസം കൊണ്ടുള്ളതാണ്. ഇതിനെ പൊതുവെ നമ്മൾ ജീവിത ശൈലീ രോഗങ്ങളെന്ന് പറയും. എന്നാൽ 60 വയസ്സ് കഴിഞ്ഞ ആണുങ്ങളിലാണ് ഒരു 10 രോഗികൾ നമ്മളെടുത്താൽ 8 പേർക്കും ഈ 60-65 വയസ്സ് കഴിഞ്ഞ ആണുങ്ങളിലാണ് ഉണ്ടാവുക. എന്തെന്നാൽ സ്ത്രീകളിൽ ഈസ്ട്രോജൻ ഹോർമോൺ ഇതിനെതിരെ പ്രൊട്ടക്ഷനാണ്, കൊളസ്ട്രോളിൻ്റെ പൊസിഷനും രക്തോട്ടം കുറയുന്നതിനായിട്ടാണ്. അതുകൊണ്ട് ജീവിതശൈലി ഒരു വിധത്തിൽ നമ്മൾ ഡിസിപ്ലിനായി കൊണ്ട് നടക്കേണ്ടത് ഒരു 30-40 വയസ്സ് തൊട്ട് തുടങ്ങണം. ആവശ്യത്തിനുള്ള ആഹാരം കഴിക്കുക, ചെറിയ തോതിലെങ്കിലും വ്യായാമം ചെയ്യുക. അതേസമയം പ്രത്യേകിച്ച് ഈ പുകവലി തീർച്ചയായിട്ടും അത് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. നമുക്ക് ജീവിതത്തിലെ പല നമ്മുടെ ഈ ഓട്ടത്തിൽ നമുക്ക് ഈ പ്രമേഹത്തിൻ്റെ അസുഖം വരാം, ഒരുപക്ഷെ ടെൻഷൻ കൂടുതലാണെങ്കിൽ പ്രഷർ കൂടുതലാകാം, രക്താതിസമ്മർദ്ദം വരാം. ഇതെല്ലാം ഒരുവിധം HbA1c എന്ന 4 മാസത്തെ കണക്കുള്ള പ്രമേഹത്തിന് ഒരു 6-6.5% വരെ കൺട്രോൾ ചെയ്യുക. അത് ഭക്ഷണത്തോടുകൂടിയും മരുന്നുകളുടെ സഹായത്തോടും ആവാം. ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നും ചെറിയ തോതിൽ നടപ്പ് ചെയ്യണം എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 10 മിനിറ്റ് നേരം വ്യായാമം ചെയ്യുകയും ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു 1-1.5 കിലോമീറ്റർ ദിവസം നടക്കുകയും ചെയ്താൽ നമുക്ക് ആവശ്യത്തിനുള്ള വ്യായാമമായി ഭക്ഷണം 45-50 വയസ്സ് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചാ സ്റ്റേജ് കഴിഞ്ഞു. അപ്പോൾ ഇനിയെല്ലാം ഈ കൊളസ്ട്രോളും ഫാറ്റുമായി നമ്മുടെ ശരീരത്തിലും വയറിലും ഹൃദയത്തിൻ്റെ പുറത്തും കിഡ്നിയിലും ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ജീവിത രീതി സ്വീകരിക്കുക, പുകവലി നിർത്തുക, പ്രമേഹവും രക്താതിസമ്മർദ്ദം ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് കഴിക്കുക, അധികം ടെൻഷനില്ലാതെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് വളരെ അതിമോഹങ്ങളൊന്നുമില്ലാതെ നമുക്ക് ചെയ്യേണ്ട ജോലി ചെയ്യുകയും അതിന് തീർച്ചയായിട്ടും ഈശ്വരൻ അത് നമുക്കൊരു തീർച്ചയായിട്ടും അതിനുള്ള ബലം കാണിക്കും. ഇതാണ് ഒരു വാസ്കുലർ സർജൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഈ ആഴ്ച വാസ്കുലർ ദിനമായിട്ടാണ്, രക്തധമനി ദിവസമായിട്ടാണ് നമ്മൾ ഇന്ത്യയിൽ കൊണ്ടാടുന്നത്. ഈ വാരം മുഴുവൻ അതിനുള്ള അഭിപ്രായങ്ങളും അതിന് സാധാരണക്കാർ എന്ത് ചെയ്യണമെന്നുള്ള ഇത് വാക്കത്തോൺ എന്നിവ സംഘടിപ്പിക്കും. ഓഗസ്റ്റ് 6-ാം തീയതി വാസ്കുലർ ദിനമെന്നും ആഘോഷിക്കുന്നുമുണ്ട്. ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മേൽപ്പറഞ്ഞ വിവരങ്ങളാണ്. നന്ദി, നമസ്കാരം.